ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നതിന്. അപ്പം ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ പിന്നീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാനും എല്ലാം അവസരമുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട ടോപ്പിക്ക് ഹെയർ കെയർ വീഡിയോനെ കുറിച്ചാണ്. അതിലെങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഇത് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ലൈഫിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിലേറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലുക്ക് വൈസ് ശരിയാക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങളും കൂടുന്നുണ്ടെങ്കിൽ കുടിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രം ഞാൻ ആ വീഡിയോസ് എല്ലാം ഇടുന്നതാണ്. അപ്പോൾ ആദ്യം ഇട്ടിരുന്നത് ഹെയർ കെയർ വീഡിയോസാണ്. അപ്പം ഇന്നത്തേൽ ഞാൻ ഉൾപ്പെടുന്നത് സ്കിൻ കെയർ, ലിപ് കെയർ, ബോഡി കെയർ, ഫുഡ് കെയർ അങ്ങനെയാണ്. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് സ്കിൻ കെയറിലേക്ക് കിടക്കാം. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ 2 രീതിക്ക് എല്ലാവരും ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ ബിഗിനറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ബിഗിനർ സ്റ്റെപ്പ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾക്കൊരു ക്ലെൻസർ വേണം. ക്ലെൻസർ അത്യാവശ്യം വേണമെങ്കിൽ പിമ്പിൾസ് പോകാനുള്ളത് നിങ്ങൾക്ക് എന്താണ് നല്ല മൈൽഡായിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, പാരബൻ ഫ്രീ ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയത് സെറ്റാഫിൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിമ്പിൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് 2 ഫേസ് വാഷ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ട്, ഞാൻ ഒരുപാട് ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളതുകൊണ്ട് സെറ്റാഫിൽ അത്യാവശ്യം നല്ലതാണ്, അഫോർഡബിളായ. പിന്നെ സിമ്പിളും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഒരു ക്ലെൻസർ വേണം, പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ഒരു സൺസ്ക്രീൻ വേണം. ഇത് ബിഗിനർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് മോർണിംഗ് റുട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഈ 3 സാധനങ്ങൾ ഇപ്പം തൽക്കാലം മതി. കാരണം ഈ ടോണർ, സിറം ഒന്നും നിങ്ങളിപ്പോഴേ യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ ആദ്യം ഈ പറയുന്ന 3 സ്കിൻ കെയർ റുട്ടീൻ നിങ്ങളുടെ മോർണിംഗ് റുട്ടീനിൽ ഉൾപ്പെടുത്തുക. ഇഫ് നിങ്ങൾ നൈറ്റ് റുട്ടീനാണ് ചെയ്യുന്നതെങ്കിൽ ക്ലെൻസറും മോയ്സ്ചറൈസറും മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. നൈറ്റ് ക്രീം അങ്ങനത്തെ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 to 3 വീക്സൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സ്കിന്നിന് കുഴപ്പമില്ല, എല്ലാം അഡ്ജസ്റ്റ് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ബാക്കിയുള്ള ഇനിയുള്ള അഡ്വാൻസ്ഡ് കാരുടെ സ്റ്റേജിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ ഇനി ഞാൻ അഡ്വാൻസ്ഡ് കാരുടെ പറയാം. ആദ്യം നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം, ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കണേ. അപ്പോൾ ഈ ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഫോം ബേസ്ഡ് ക്ലെൻസറുണ്ട്, പിന്നെ മറ്റേ ക്രീം ബേസ്ഡ് ഉണ്ട്, അപ്പം ജെൽ ബേസ്ഡ് ഉണ്ട്. ഏതിലാണോ നിങ്ങളുടെ ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓയിൽക്കാർക്കൊക്കെ ആണെങ്കിൽ ഫോം ഫേസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഡ്രൈക്കാർക്കെല്ലാം ക്രീം ബേസ്ഡ് ആയിരിക്കും നല്ലത്. എൻ്റെ കുറച്ചുകൂടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ജെൽ ബേസ്ഡാണ് ഉപയോഗിക്കാറ്. പിന്നെ ടോണർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് സെറം ഉപയോഗിക്കാം. രാവിലെ എന്നൊക്കെ പറയുമ്പോൾ വൈറ്റമിൻ സി സെറമൊക്കെ ഉപയോഗിക്കാം, നയാസിനമൈഡൊക്കെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം, സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ SPF 50 ഉള്ളത് ഉപയോഗിക്കാം. ഇനി ഇൻഡോറിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 30 മിനിമം ഉള്ളത് ഉപയോഗിക്കാം. പിന്നെ നൈറ്റ് റുട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലെൻസർ ഉപയോഗിക്കുക, പിന്നെ ടോണർ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാം, അതായത് ആക്നെയ്ക്ക് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ്ങിന് അല്ലെങ്കിൽ ഇപ്പോൾ ഹൈഡ്രേഷന് വേണ്ടി എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ കുറച്ചുകൂടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ പിന്നെ ഈ അണ്ടർ ഐ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവർ അത് ഉപയോഗിക്കുക. ഇത് അഡ്വാൻസ്ഡ് കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി പൊതുവേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ഫോളിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളെപ്പോഴും ഒരു ദിവസം ബോഡി വാഷ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, ഭയങ്കര വലിയ കുളിക്കുന്ന ദിവസം. അന്നത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് 2 ദിവസം വീക്കിലി ഒരു 2 എങ്കിലും നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ ചെയ്യാം. എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അത് ചെയ്യുക. പിന്നെ കുറേ പേർക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, എൻ്റെയൊക്കെ അത്യാവശ്യം സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് എനിക്ക് ഒരുപാട് തവണയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർ ഒരു തവണയൊക്കെ ഒരു തവണയൊക്കെ എക്സ്ഫോളിയേഷൻ ചെയ്താൽ മതി. അത് നമ്മുടെ വലിയ കുളിയൊക്കെ കുളിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക. പിന്നെ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുക. അത് നമുക്ക് അത്യാവശ്യം വീക്കിലി 3 or 2 ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ
നമ്മുടെ കൺസേൺ അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാകും, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും, പിന്നെ ഈ ടാനിങ്, ഡൾനെസ് അത് ഇതെല്ലാം മാറാനും കണ്ണിന് ചുറ്റും കറുപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഫേസ് മാസ്ക് ഉപയോഗിക്കാൻ. അതിൽ ഞാൻ 2-3 ഫേസ് മാസ്ക് പറഞ്ഞുതരാവേ. അതായത് മഞ്ഞൾ, നിങ്ങളിപ്പോൾ ചിലപ്പോൾ എല്ലാവരും ഈ എല്ലാ കാര്യത്തിനും പിന്നെ വലിയ അഡാപ്റ്റബിൾ ആവണമെന്നില്ല. കാരണം ചിലർക്കൊക്കെ അലർജി ഉണ്ടാവാം. ചിലർക്ക് അലവേറ അലർജി ആയിരിക്കും, തൈര് അലർജി ആയിരിക്കും, നാരങ്ങാനീര് അലർജി ആയിരിക്കും. അപ്പോൾ നോർമലി നിങ്ങൾ ഇന്നത് ആഡ് ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നോർമലി ഇത് തന്നെ പ്ലെയിനായിട്ട് നിങ്ങൾ വെള്ളം ചേർത്തോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് ചെയ്താലും മതി. പാല് കുഴപ്പമില്ലെങ്കിൽ അത് ചേർത്തോ, അങ്ങനെ എന്തെങ്കിലും, തേനാണെങ്കിലും കുഴപ്പമില്ലായിരിക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ബോഡിയിൽ ഇത്രയും നാളും ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏതായിരിക്കും അലർജി, അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മാത്രം സിമ്പിളായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം മഞ്ഞൾ ഉപയോഗിക്കാം. മഞ്ഞൾ അത്യാവശ്യം മുഖത്തിന് ഗ്ലോയൊക്കെ നൽകുന്ന സാധനമാണ്. ഇനിയിപ്പം ആര്യവേപ്പ് ഉപയോഗിക്കാം. അത് ഈ മുഖത്തെ കുരുക്കൾ അതെല്ലാം പോകാൻ നല്ലതാണ്. പിന്നെ ടൊമാറ്റോ ജ്യൂസ് ഉപയോഗിക്കാം. അത് കുറച്ചുകൂടെ നമ്മുടെ മുഖത്തെ ഡൾനെസ് ഒക്കെ മാറാൻ നല്ലതാണ്. പൊട്ടറ്റോ ജ്യൂസ് ഉപയോഗിക്കാം. അത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ രക്തചന്ദനം ഉപയോഗിക്കാം. അത് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ആലോവേറ ഉപയോഗിക്കാം. അത് അത്യാവശ്യം മോയ്സ്ചറൈസ് നൽകുന്ന. ഇതെല്ലാം നിങ്ങൾ വേറെ ഒരു സാധനത്തിൻ്റെ കൂടെ തേക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പ്ലെയിനായിട്ട് തേച്ചാലും മതി. അപ്പം അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ പിന്നെ നിങ്ങൾക്ക് ഒരു 7 days റുട്ടീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്താൽ രണ്ടാമത്തെ ദിവസം നിങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യരുത്. മീൻസ് നിങ്ങളുടെ ഡെയിലി കെയർ എന്താണോ അതുപോലെ ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് അതുപോലെ ചെയ്യുക. പിന്നെ 3-ാമത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും മാസ്ക് ഇടുക. 4-ാമത്തെ ദിവസം എക്സ്ഫോളിയേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യുക. 5-ാമത്തെ ദിവസം മാത്രം എക്സ്ഫോളിയേഷൻ. അപ്പോൾ ഓരോ ദിവസത്തിന് ഇടവിട്ട് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നിങ്ങളെന്നും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓരോ ദിവസം കഴിഞ്ഞ് ഇടവിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള എക്സ്ഫോളിയേഷനും ഫേസ് മാസ്കൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ. ഇനി ലിപ് കെയർ ഞാൻ പറഞ്ഞുതരാം. ലിപ് കെയർ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ഈ ചുണ്ടിന് ചുറ്റും കറുപ്പും അല്ലെങ്കിൽ ഈ ചുണ്ടിൽ ഫുള്ള് കറുപ്പൊക്കെ ആയിരിക്കും. എനിക്ക് അത്യാവശ്യം ഉണ്ട് അങ്ങനെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ ചുണ്ട് ഈ തുപ്പലം ഇങ്ങനെ ആക്കുക. അതൊരിക്കലും ചെയ്യരുത്. അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുക, അല്ലെങ്കിൽ പിന്നെ ഈ സ്കിന്ന് പൊട്ടി പോകുമ്പോൾ അതിങ്ങനെ പറിച്ച് കളയുക, അങ്ങനത്തെ പണികളൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലിപ്പ് ഡാർക്ക് ആവാനും കുറച്ചുകൂടെ ലിപ്പ് അത്ര സെറ്റായിട്ടിരിക്കത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ലിപ് ബാം രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുക. SPF 50 ഒക്കെ അത്യാവശ്യമുള്ളതാണെങ്കിൽ നല്ലത്. പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലിപ് ബാമാണോ അത് യൂസ് ചെയ്യുക. 2 തവണ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ബോറോലിൻ്റെ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്ത പിന്നെ എൻ്റെ ചുണ്ട് അങ്ങനെയൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു വീക്ക്ലി ട്വൈസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ക്രബ് ചെയ്യാനും ഹോം റെമഡീസ് പോലെ എന്ന് പറഞ്ഞുതരാം. ഈ ഹണിയും പഞ്ചസാരയും ഇട്ട് സ്ക്രബ് ചെയ്യാം. പിന്നെ ബീട്രൂട്ട് തേച്ചാൽ ചുണ്ടിന് കുറച്ചുകൂടെ ഒരു പിങ്കിഷ് കളറ് വരും. പിന്നെ കോക്കനട്ട് ഓയിലോ ഗീയോ അപ്ലൈ ചെയ്താലും അത്യാവശ്യം നമ്മുടെ ചുണ്ടൊക്കെ മോയ്സ്ചറൈസറായിട്ടിരുന്നോളൂ. അപ്പം നിങ്ങൾ അങ്ങനത്തെ യൂസ് ചെയ്യുക. ഒട്ടും മറക്കരുതാത്തെന്ന് വെച്ചാൽ രാത്രി ലിപ് ബാം ഇടാതെ ഇരിക്കാൻ മറക്കരുത്. അറ്റ്ലീസ്റ്റ് കോക്കനട്ട് ഓയിലോ ഗീയോ എന്താണെങ്കിലും. ലിപ് ബാം ആയിരിക്കും ഭേദം, മറ്റേതിനൊക്കെ കുറച്ചുകൂടെ നമ്മളിങ്ങനെ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ലിപ് ബാം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം അത് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ബോഡി കെയർ പറയും. ഇനിയാണ് ബോഡി കെയർ. ബോഡി കെയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുളിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നെ പഞ്ഞിക്കിടാൻ വരരുത്. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ഡെയിലി നിങ്ങൾ ഷവർ ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറ്റുന്ന പരമാവധി മിക്കവരും ഭയങ്കര ചൂടുവെള്ളത്തിൽ, അതൊക്കെ ഓരോരുത്തരുടെ അസുഖ സംബന്ധം ആരോഗ്യ സംബന്ധം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ പറ്റുന്ന പരമാവധി നിങ്ങൾ മീഡിയം വെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. തണുപ്പുമല്ല എന്നാൽ ചൂടും അല്ലാത്ത രീതിക്കൊരു മീഡിയം വെള്ളത്തിൽ കുളിക്കാൻ നോക്കാം.
പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ചിലർ ജെല്ല് ഉപയോഗിക്കുന്നവരുണ്ടാവും, ബോഡി ഷവർ ജെല്ലൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ചിലർ സോപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റേ കോട്ടക്കലിൻ്റെ ബേബി ഗ്ലോ എന്ന് പറഞ്ഞിട്ട് സോപ്പുണ്ട്, ആ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഈ ആയുർവേദിക് സാധനങ്ങളിലേക്ക് ഞാൻ കടന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആയുർവേദിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദിക്, അല്ലാത്തത് ഇത് വേണമെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളൊരു വലിയ കുളിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബോഡി സ്ക്രബ് ചെയ്യാൻ നോക്കുക. അതായത് അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ അത്യാവശ്യം അല്ലാത്ത ഹൈജീനിക് കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഹെയർ റിമൂവൽ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബോഡി ഹെയർ റിമൂവലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ മെയിൻ കുളിക്കുന്ന ദിവസം ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾ ആഴ്ച 2 ദിവസം അങ്ങനെ കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കുളിക്കുക, ഒരു ദിവസമേ അങ്ങനെ കുളിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അങ്ങനെ കുളിക്കുക. അപ്പം ഹെയർ റിമൂവൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു സ്ക്രബ് യൂസ് ചെയ്യുക. സ്ക്രബ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വലിയ അന്താരാഷ്ട്ര ഇതെന്ന് പറയില്ല, ഞാൻ പണ്ടത്തെ കാര്യങ്ങളുടെ ഇതേ പറഞ്ഞു തരുള്ളൂ. ചകിരി യൂസ് ചെയ്യുക, മറ്റേ തേങ്ങയുടെ ചകിരി, പിന്നെ പീച്ചിങ്ങൊക്കെ ഇല്ലേ, പീച്ചിങ്ങ, പിന്നെ രാമച്ചം, അത് യൂസ് ചെയ്യാം. ഇനിയില്ല പറ്റിയില്ല നിങ്ങൾക്ക് വേറെ ലൂഫാസ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് ജസ്റ്റ് സ്ക്രബ് ചെയ്യുക. പക്ഷേ മറ്റേ ഞാൻ പറഞ്ഞ പോലെ ചകിരി, പീച്ചിങ്ങ, രാമച്ചമൊക്കെ യൂസ് ചെയ്താൽ നമ്മളെ മേത്തുള്ള അത്യാവശ്യം ഡെഡ് സ്കിൻ ഇങ്ങനെ പോയിക്കോളും. അപ്പം പിന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടി വറി ചെയ്യണ്ട. ഈ ലൂഫയിലൊന്നും അങ്ങനെ പോകത്തില്ല. ലൂഫ കുറച്ചുകൂടെ സോഫ്റ്റാണ്, പിന്നെ ഹാർഷായിട്ടുള്ള ലൂഫ മാത്രമാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു ബോഡി ലൈറ്റായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുക. എക്സ്ഫോളിയേറ്റർ വേണമെങ്കിൽ ഒരു വീക്കിലി നിങ്ങളെങ്ങനെയാണോ, ഞാൻ പറഞ്ഞില്ലേ എന്നാണ് വലിയ കുളി കളിക്കുന്ന ദിവസം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ഫോളിയേഷനൊക്കെ യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു വീക്കിലി 2 ഒക്കെ യൂസ് ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സ്ഫോളിയേഷന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, പയറുപൊടി യൂസ് ചെയ്യാം. പിന്നെ കോഫി ഷുഗറിൻ്റെ സ്ക്രബ് യൂസ് ചെയ്യുക, അതിൽ കുറച്ചുകൂടെ കോക്കനട്ട് ഓയിലൊക്കെ, പിന്നെ റൈസ് ഫ്ലോർ, മിൽക്ക് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എക്സ്ഫോളിയേറ്ററായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോഡി മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം. ബോഡി മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ടർമറിക്ക്, നമ്മൾ ഫേസിനിട്ട് അതേ കാര്യങ്ങൾ തന്നെ. ടൊമാറ്റോയും പൊട്ടറ്റോ ഇല്ല, നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് മഞ്ഞൾ വേണമെങ്കിൽ ഇടാം, അത് ആര്യവേപ്പ് വേണമെങ്കിൽ ഇടാം. ആര്യവേപ്പൊക്കെ ഇട്ടാൽ നല്ല മേത്ത് നമ്മുടെ ഇങ്ങനെ കുരു പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ പയറുപൊടി ഇടാം. അപ്പം നിങ്ങൾക്ക് എന്താണോ അത് ഇഷ്ടമുള്ള മാസ്ക്, ബോഡി മാസ്ക് പോലെ ഇടുക. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം മേത്ത് ഓയിലൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് ബോഡി അങ്ങനെ ഡ്രൈ ആവത്തില്ല. പിന്നെ അതിന് കുറച്ചുകൂടെ എക്സ്ട്രാ ഗുണമുള്ളൊരു കാര്യമാണ് ഈ മറ്റേ നമ്മുടെ 40 തൈലില്ലേ, അത് നല്ലതാണ്. അതാണെങ്കിൽ കുറച്ചുകൂടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ്. ഫേസിൽ ഉപയോഗിക്കരുത്, ചിലർക്ക് അത് അലർജിയാണ്. ഇത് കണ്ടില്ലേ, എനിക്ക് അലർജി ആയിരുന്നു. എന്നിട്ട് എല്ലാവരും ഫേസിലേക്ക് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ബോഡിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. 40 തൈൽ ചിലരത് ഏലാതി കെയർ തൈലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ 40 തൈൽ നല്ലതാണ്. അപ്പം നിങ്ങളങ്ങനെ യൂസ് ചെയ്യുക. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും വലിയ അന്താരാഷ്ട്ര കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നന്നായിട്ട് മേത്തെല്ലാം മോയ്സ്ചറൈസർ തേച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ സ്ക്രബ് ചെയ്തു, എക്സ്ഫോളിയേഷൻ ചെയ്തു, ബോഡി മാസ്ക് ഇട്ടു, ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഫുൾ ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും മോയ്സ്ചറൈസർ ഇട്ടിരിക്കണം. പിന്നെ ഇനിയാണ് ഫുഡ് കെയർ എന്ന് പറയുമ്പോൾ പിന്നെ ഫുഡ് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഞാൻ പറഞ്ഞില്ലേ വലിയ കുളിക്കാൻ പോകുന്ന ദിവസം അങ്ങനെ 1-2 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു തവണ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ നിങ്ങൾ വലിയ കുളിക്കുന്ന ദിവസം അങ്ങനെ ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ സ്ക്രബ് ചെയ്യുക, കാലയിൽ നെയിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു പെഡിക്യൂറാണ്. അപ്പം നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു പെഡിക്യൂറാണ്.
അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഈ ചെറു ചൂടുവെള്ളമാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ ഷാമ്പൂ ഇടും, പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നാരങ്ങ മൊത്തത്തോടെ ഇടും. എന്നിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് നേരം കാലിറക്കി വെച്ചിരുന്നിട്ട് നമ്മൾ ഒരു അത്യാവശ്യം ഒരു 10 മിനിറ്റ് ചൂട് കാണുമല്ലോ, അതുകൊണ്ട് ആ ഒരു ഇച്ചിരി ചൂടൊക്കെ ആറുന്നോളം വരെ കാല് മുക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടുത്തെ സ്കിന്നൊക്കെ ഇച്ചിരി ലൂസാവും. ആ സമയം കൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക, അതായത് നമ്മുടെ ഈ ഹീൽസിൻ്റെ അവിടെയൊക്കെ. നിങ്ങൾക്ക് കാല് കല്ലയിലിട്ട് ഉരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ പിമിക്സ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് കിട്ടും, അത് വെച്ച് ഉരച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പണ്ടത്തെ രീതി പോലെ കല്ലയിലിട്ട് കാലുരയ്ക്കുക അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. പിമിക് സ്റ്റോണിലൊന്നും അത്രയ്ക്ക് എഫക്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ സ്ക്രബിങ്ങും നെയിൽ കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കോഫി പ്ലസ് ഷുഗർ കോക്കനട്ട് ഓയിൽ പിന്നെ സ്ക്രബ് ചെയ്യാം. അപ്പോഴേക്കും നേരത്തെ ഇരുന്ന കാലിനേക്കാളും ഇച്ചിരി കൂടെ ചന്തമൊക്കെ വെച്ച് കാണും. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടാൽ മതി. പിന്നെ കിടക്കാൻ നേരത്ത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സിലിക്കോണിൻ്റെ സോക്സോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സോക്സോ ഇട്ട് മറ്റേ ഓയിലോ ഫുഡ് കെയർ ക്രീമോ എന്തെങ്കിലും ഇട്ട് കിടന്നാലും സെറ്റപ്പാകും. അപ്പം നിങ്ങൾക്ക് സമയം ഉള്ള അനുസരിച്ച് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് ചെയ്ത് തന്നിട്ട് വേണം എനിക്കും കൂടി ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി. ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ അമർത്തണം. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് വരും. കാരണം ഇത് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെല്ലാവരും സെൽഫ് ഇമ്പ്രൂവായി എല്ലാവരും അവരുടേതായ ഒരു നല്ല വ്യക്തിത്വം എല്ലാം സെറ്റപ്പ് ആവട്ടെ. അപ്പോൾ എല്ലാം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഞാനൊരു വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്, സിമ്പിളായ കാര്യങ്ങൾ. അതിലെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്ന കാണാം. എനിക്ക് കുറച്ചുകൂടെ സെൻസിറ്റീവാണ്, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആളുമാണ്, സെൻസിറ്റീവ് സ്കിന്നുമാണ്. അതുകൊണ്ടാണ് എനിക്കും ഈ പ്രശ്നം കേട്ടോ. ഈ ഇടയായിട്ട് വന്ന കുരുക്കളാണ് ഇത് ഫുള്ള്, അത്ര സെൻസിറ്റീവാണ് ഞാൻ. അതുകൊണ്ട് ഞാനും കുറേ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടട്ടെ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്നെ വേണമെങ്കിലും ഞാൻ കുറേ എഫേർട്ട് ഇട്ടാട്ടോ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബായ്. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്നറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബൈ 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 ബൈ, ടാറ്റാ.